സൂര്യാഘാതമേറ്റ് മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായം മന്ത്രിസഭ ചർച്ച ചെയ്യുമെന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടി. സംസ്ഥാനത്തെ ഏറ്റവും അധികം താപനില രേഖപ്പെടുത്തുന്ന പാലക്കാട് ചുട്ടുപൊള്ളുകയാണ്. ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് താപനില തുടരും എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. ഉഷ്ണതരംഗത്തിൽ കേരളത്തിൽ 2 പേരും കേന്ദ്രഭരണ പ്രദേശമായ മാഹിയിൽ ഒരാളുമാണ് ഇതുവരെ മരിച്ചത്. പാലക്കാട് മരിച്ച ലക്ഷ്മി അമ്മയുടെയും ഇടുക്കിയിൽ മരിച്ച സുരേന്ദ്രന്റെയും കുടുംബത്തിന് ധനസഹായം നൽകുന്ന കാര്യം സർക്കാർ പരിഗണിക്കും. അത് നിങ്ങൾ തന്നെ കുറച്ച് ജനങ്ങളെ ഈ വെയിൽ കൊള്ളാതിരിക്കാനും വെള്ളം കുടിക്കാനുള്ളൊരു പ്രചരണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കൊടുക്കണം. അതുപോലെ അതിൽ എന്താ സഹായം ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ്റുമായിട്ട് മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച ശേഷം പറയാൻ പറ്റും. പകൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് ഉഷ്ണതരംഗത്തിൽ വിയർത്ത് കുളിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബീച്ച് പ്രദേശമാണ്. എന്നാലും ഇവിടെ മരമൊക്കെ ഉണ്ട്. ഒരു മരങ്ങളില്ലാത്ത സ്ഥലത്ത് ജോലി ചെയ്യുന്ന സെക്യൂരിറ്റികളുമുണ്ട്. അവരൊക്കെ കാര്യമാണ് ഭയങ്കര കഷ്ടം. ഇത്രയും ചൂട് ഇന്ന കാലം വരെ ഉണ്ടായിട്ടില്ല. റോഡ് നമ്മൾ അടിക്കുന്നു, മോളിൽ നിന്ന് അടിക്കുന്നു, കടൽക്കാറ്റ് പോലും ചൂടോടാണ് വരുന്നത്. വെള്ളം കുടിച്ചിട്ട് മനുഷ്യന് ഒരു വിധത്തിലാവാണ്. യാത്രക്കാർ വളരെയധികം കുറയുണ്ട്. ഇപ്പോൾ ഒരു മണിക്കൂറിന് മേലായി ഇവിടെ വെക്കണേ. നല്ല ചൂടാ കണ്ട കംപ്ലൈൻറ്റ് ഒക്കെ പൊതിപ്പോയി. ചൂട് നല്ല ചൂടല്ല, നല്ല ചൂടാണ്. ഇവിടെ ലേശം കാറ്റുള്ളതുകൊണ്ട് ചെറിയ സമാധാനത്തിലിരിക്കും. നല്ല ഇരിക്കാൻ കഴിയില്ല. നേരിട്ടുള്ള സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കുന്ന രീതിയിൽ ജോലിക്ക് ഇറങ്ങരുതെന്ന് മുന്നറിയിപ്പുണ്ട്. വയനാട് ഒഴികെയുള്ള വടക്കൻ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസിനും 41 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് താപനില മുന്നറിയിപ്പ്. റിപ്പോർട്ടർ കോഴിക്കോട്.